ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പൊതുവായിട്ടുള്ള ഒരു GK കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ ഉള്ളത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാത്തരം പരീക്ഷകൾക്കും ഗുണകരമായി തീരും എന്നുള്ള സംശയം വേണ്ട. ഞങ്ങൾ ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ പാനലിലിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടും. ഹായ്, വൈഷ്ണവി. എൻ്റെ പേര് അഖില. എൻ്റെ പേര് ലക്ഷ്മി. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഐശ്വര്യ. ഓക്കെ. എല്ലാവരെയും നല്ല പരിചയമുള്ളവരാണ്. കാരണം ഇവർ നമ്മുടെ യാത്രയിൽ സജീവമായി നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. അവർക്കും ജയിക്കണം, നിങ്ങൾക്കും ജയിക്കണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന മനസ്സുള്ള കുട്ടികളാണ് എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. അവർ ക്ലാസ്സുകളെടുത്തും നമ്മെ സഹായിക്കുന്നുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടന്നാൽ എന്താ, ഇനി കൂടുതൽ സംസാരിച്ച് നമുക്ക് സമയം വേസ്റ്റായി കളയട്ടെ. എന്താ? ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചു. ആ ചോദ്യം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടെ വേണ്ടി ചോദിക്കാം. അതിൽ ഞാൻ ആദ്യം ചോദിച്ചത് ഈ വൈഡൽ ടെസ്റ്റ്, വൈഡൽ ടെസ്റ്റ്, ഈ വൈഡൽ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചത്. പറയൂ വൈഷ്ണവി, എന്താണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? കുടലിനെ ബാധിക്കുന്ന ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗ ചികിത്സയാണ് ഏതെന്ന് പറയുന്ന വൈഡൽ രോഗം നിർണ്ണയിക്കാനുള്ള ചികിത്സയാണ് വൈഡൽ ടെസ്റ്റ്. പരത്തുന്നത് അല്ലെങ്കിൽ രോഗകാര്യം ചോദിച്ചാൽ സാൽമണല്ല ടൈഫി ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അതെ, അപ്പോൾ ഈ ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ് അല്ലേ? അതിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ശരിയല്ലേ? ശരിയാണ്. ശരി. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? എനിക്ക് ആദ്യം തെറ്റിപ്പോയി കേട്ടോ. പക്ഷെ പിന്നെ PSC പറഞ്ഞ ഉത്തരം നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ശരിയല്ലേ? ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അടുത്തത്, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ഫിലിപ്പൈൻസ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഫിലിപ്പൈൻസിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലാണ് മനില. അതുപോലെ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മനിലയിലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. അതെ, ADB 1966 ഏഷ്യൻ ഡെവലപ്മെന്റ് ഡിസംബർ 19 ADB രൂപീകരിക്കുന്നത്. അതിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസിലെ മനിലയാണ്. അപ്പൊ ഈ മനില എന്ന് പറയുന്ന തലസ്ഥാനം ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞ ഏഷ്യൻ രാജ്യമാണ്. അതെ, ഏഷ്യൻ രാജ്യമാണ്. ശരിയല്ലേ? ശരി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കുട്ടികളടുത്ത് ചോദിച്ചത്, ചിലർ തെറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ധാതു കലവറയുണ്ട്, ധാന്യ കലവറയുണ്ട്, ധാന്യ കലവറ സ്റ്റേറ്റും ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ജില്ലയുണ്ട്, നെല്ലറയുണ്ട്, മീനറയുണ്ട്. കൺഫ്യൂഷൻ. ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഒന്നാമത് ഒരുപാട് പരീക്ഷകൾ വരികയാണ്, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ്. ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. ഏതാണ്? ഉത്തരമഹാസമതലം. എന്നാൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ജാർഖണ്ഡ്. ഏരിയ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ഏരിയ. ഇതൊരു പ്രശ്നമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? പാലക്കാട് ജില്ല. എന്നാൽ നെല്ലറ ഏതാണ്? കുട്ടനാട്. മീനറ ഏതാണ്? കുട്ടനാട്. മീനറ എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാട്. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ്. ശബരിഗിരി പ്രോജക്ട് ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയും. വളഞ്ഞാർ എന്നറിയപ്പെടുന്നത് വഴങ്ങി വന്നില്ല. മീനച്ചിലാറാണ്. മീനച്ചിലാറ് എന്റെ തീരത്തല്ലേ? കോട്ടയം. മീനച്ചിലാറിന്റെ പശ്ചാത്തലമാക്കിയാണ് അരുന്ധതി റോയ്. അവരുടെ അമ്മയാണ് മേരി റോയ്. ഗാർഹിക പീഡന നിരോധന നിയമം വന്നപ്പോൾ അത് പറഞ്ഞു. അത് മാത്രമല്ല, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിന് വേണ്ടി പൊരുതിയ സ്ത്രീയാണ് ആര്? മേരി റോയ്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താണ്. പിന്നെ കുട്ടികൾ തെറ്റുന്ന ചില കേസുകൾ ഞാൻ പറയുകയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എന്ന് ചേരുന്നത് എവിടെ? ഒന്ന് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഇവിടെ നീലഗിരി. ബ്ലൂ മൗണ്ടൻസ് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാട്. അത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണല്ലോ. കേരളം, കർണാടക, പിന്നെ ഏതാ? തമിഴ്നാട്. ഈ 3 സ്റ്റേറ്റുകളാണ്. ഈ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് നമ്മുടെ സൈലന്റ് വാലി. അത് ശരിയല്ലേ? ശരി.
പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടെ വന്നു ചേരുന്നത് നീലഗിരി, ഞാൻ സമ്മതിച്ചു. എന്നാൽ പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടെ വന്നു ചേരുന്നതാണ് കന്യാകുമാരി. ഏതാണ്? കന്യാകുമാരി. നിങ്ങൾ പഠിച്ചോണ്ട് വന്നിരിക്കും പോലെ തോന്നുന്നു. കന്യാകുമാരി. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? പശ്ചിമഘട്ടം തുടർച്ചയുള്ള നിരയാണ്, അതായത് കണ്ടിന്യൂസ് മോഡേൺ ആണ് പശ്ചിമഘട്ടം. പൂർവ്വഘട്ടം ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് വിടവുകളുണ്ട്. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിന്നെ കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഏതാണ്? ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ? പറഞ്ഞു. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരമാണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ പാലക്കാട് തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ സമ്മതിച്ചു. പിന്നെ അന്തരീക്ഷത്തെ കുറിച്ച് ചോദിക്കും. അന്തരീക്ഷത്തിന്റെ പാളികളൊന്ന് പറയാം. ഏറ്റവും താഴെ, അതിന്റെ മുകളിൽ, അതിന്റെ മുകളിൽ ഏറ്റവും താഴെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ. അടുത്തത് മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങളെ എഴുത്താണ് ഈ ക്ലാസ്സിന്റെ ശക്തി, അല്ലേ? അല്ല, അവരെഴുതണം. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നിങ്ങൾ എഴുതണം. ശരി. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. സംശയമുണ്ട്. എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാം? 78.08. 78.08. എനിക്ക് ഈ ശതമാനം ചിലപ്പോൾ തെറ്റിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ അളവോ? 20.9. ഏകദേശം 21 പറയാമല്ലോ. 21% പറയാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഭാവിയുടെ വാതകം ഹൈഡ്രജൻ തന്നെയാണ്. ശരി. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചായ്വ് എത്രയാണ്? 23 ഡിഗ്രി. ഇതൊക്കെ ലാസ്റ്റ് ഗ്രേഡ് ഇത് പഠിച്ചാലേ റാങ്ക് ലിസ്റ്റിൽ ആദ്യം കിടക്കും. നമുക്ക് ഈ ലാസ്റ്റ് ഗ്രേഡൊന്നും ഇല്ല. നമുക്കൊരു സർക്കാർ ജോലി മാത്രമേ ഉള്ളൂ, അല്ലേ? എന്തെങ്കിലും ഒരു ജോലി കിട്ടണം. ശരി. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭൂമിയുടെ വ്യാസം എത്രയാണ്? 12,754 കിലോമീറ്റർ വ്യാസം. ഒന്നുകൂടെ പറയൂ, കേൾക്കട്ടെ. 12,754 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ചുറ്റളവ് എത്ര കിലോമീറ്ററാണ്? 40,075 കിലോമീറ്റർ. 40,075 കിലോമീറ്റർ. കിലോമീറ്റർ എഴുതിക്കോളും. 40,075 കിലോമീറ്റർ. പിന്നെ കിഫ്ബി, അതിന്റെ ഫുൾ ഫോം ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പറയൂ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. 1-2 കൊച്ചു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. 3 ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഒരു സ്റ്റേറ്റ് ഏതാണ്? ത്രിപുര. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഐശ്വര്യയുടെ അടുത്ത് ചോദിക്കട്ടെ. ഐശ്വര്യ, ഇന്ത്യയിൽ 3 സ്റ്റേറ്റുകൾ 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, ശരിയല്ലേ? 3 സ്റ്റേറ്റുകൾ 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഈ 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ്? ഐശ്വര്യക്ക് പറയാൻ പറ്റുമോ? പറയും. സിക്കിം. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സംസ്ഥാനമാണ് സിക്കിം. സിക്കിം അതിർത്തി പങ്കിടുന്നത് 3 രാജ്യങ്ങളുമായിട്ടാണ്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളുമായിട്ടാണ് സിക്കിം അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഐശ്വര്യ, ഞാൻ ചോദിക്കുന്നത്, സിക്കിമിന്റെ വടക്ക് ഭാഗത്താണ് ചൈന കിടക്കുന്നത്. സിക്കിമിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നേപ്പാൾ കിടക്കുന്നത്. സിക്കിമിന്റെ കിഴക്ക് ഭാഗത്താണ് ഭൂട്ടാൻ കിടക്കുന്നത്. സിക്കിമുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ ഇന്ത്യയിൽ, വെസ്റ്റ് ബംഗാൾ. ഇനി വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ഹിമാലയ സാനുക്കളിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? പശ്ചിമ വിപ്ലവത്തിന്റെ നഴ്സറി ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അതെങ്കിൽ പോട്ടെ, ഇനി അടുത്ത പോട്ട് നമുക്കൊന്ന് ചോദിച്ചു കുഴപ്പിക്കാന്ന് വിചാരിച്ചതാണ്, രക്ഷയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. അതിൽ ഒന്ന് പറഞ്ഞു സിക്കിം. ഇനി രണ്ടാമത്തേത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ അതിർത്തി പങ്കിടുന്ന 3 രാജ്യങ്ങളാണ്. 1 ബംഗ്ലാദേശ്, 2 ഭൂട്ടാൻ, 3 ചൈന. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. 1 മ്യാൻമാർ, 1 ഭൂട്ടാൻ, 1 ചൈന. വളരെ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. ലാസ്റ്റ് ഗേഡിൽ എഴുതുന്നവരുണ്ടല്ലോ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്?
ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഡയറക്റ്റ് ഇന്ത്യയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ആ പ്രദേശവുമായിട്ട്. പക്ഷെ നമ്മളത് അംഗീകരിച്ചിട്ടില്ലല്ലേ. POK നമ്മുടെ രാജ്യമായിട്ടാണ്, പ്രദേശമായിട്ടാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്തുള്ള ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ്? ഭൂട്ടാൻ. അങ്ങനെയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ബേ ഓഫ് ബംഗാൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അതിന് എമറാൾഡ് ഐലൻഡ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്ന ഏത് കടലിലാണ്? ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രം. ജപ്പാൻ ഏറ്റവും വലിയ ഓഷൻ, ഏറ്റവും ചെറുത് ആർട്ടിക് ഓഷൻ. ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം, ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം ഏഷ്യ. എന്നാൽ രാജ്യങ്ങൾ കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. ശരിയല്ലേ? ഏറ്റവും ഉയരത്തിലുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഏറ്റവും ഉയരത്തിലുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഇത് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് ഗുണകരമായി തീർന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സംബന്ധിച്ച് ലാസ്റ്റ് ഗ്രേഡ് 1 ഗ്രേഡേ ഉള്ളതാണ് ഒരു സർക്കാർ ജോലി കിട്ടണം. വേറൊരു പ്രശ്നം എന്താണെന്ന് പറയാം, ഈ ലാസ്റ്റ് ഗ്രേഡിന് മാത്രം എവിടെയെങ്കിലും ചേരുന്നെങ്കിൽ അവൻ്റെ കഷ്ടകാലമാണ്. എന്താണ് കഷ്ടകാലം എന്ന് പറയുന്നത്? ആ ലാസ്റ്റ് ഗ്രേഡ് മാത്രം പഠിപ്പിക്കും. അവന് മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. അപ്പോൾ ഈ ലാസ്റ്റ് ഗ്രേഡ് തീരുമ്പോൾ പിന്നെ അവൻ ഏതെഴുതണം? LDC എഴുതണം. അപ്പോൾ അവൻ ഇംഗ്ലീഷും പിന്നെ മലയാളവും പിന്നെ പ്രത്യേകിച്ച് പഠിക്കണം, മാത്സ് ലെവലിൽ പഠിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു വലിയ കഷ്ടമാണ് കേട്ടോ. ഈ ലാസ്റ്റ് ഗ്രേഡിന് മാത്രം ചേർന്നിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക, അതൊരു വലിയ പറ്റിപ്പാണ്, സംശയം വേണ്ട. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കയറുന്നാൽ എന്താ? പിന്നെ 1-2 കുസൃതി ക്വസ്റ്റ്യൻ. എവറസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്? ആനമുടിയെ കുറിച്ച് പറയൂ ലക്ഷ്മി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം, ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നതും ആനമുടിയാണ്. ആനയുടെ ഈ തുമ്പിക്കൈയും അതിന്റെ നെറ്റിയും പോലെയൊക്കെയാണ് ആ പർവ്വതം ഇരിക്കുന്നത്, കൊടുമുടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആനമുടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മീശപ്പുലിമലയോ? മീശപ്പുലിമല ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മീശപ്പുലിമല. മനസ്സിലായി? അതിന്റെ രൂപമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് മീശപ്പുലിമല എന്ന് പേരിട്ടത്. അതിന്റെ ഉയരം ഓർമ്മയുണ്ടോ? 2640 മീറ്റർ. 2640 മീറ്റർ. രണ്ടാമത് അത് മീശപ്പുലിമല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഗസ്ത്യമല നമ്മളെ തൊട്ടടുത്താണ്. ഇവിടെ നോക്കിയാൽ കാണാം അഗസ്ത്യമല അല്ലേ നമ്മളെ സംബന്ധിച്ച്. 1869 മീറ്റർ. 1869 മീറ്റർ. ഗാന്ധിജി ജനിച്ച വർഷമാണ് 1869. അതിനെ നിങ്ങൾ മീറ്റർ ആക്കി. അങ്ങനെയാണ് ഓർമ്മിച്ച് വെച്ചതെന്നുള്ള എനിക്ക് പിടി കിട്ടി. ശരി, അപ്പോൾ എവറസ്റ്റ് ഓഫ് സൗത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലേ കേരളത്തിലെ ഗയ എന്നറിയപ്പെടുന്ന പ്രദേശം തിരുനെല്ലി, വയനാട് അല്ലേ? അങ്ങനെയാണെങ്കിൽ പണ്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മംഗളാദേവി ക്ഷേത്രം ഇടുക്കിയിലാണ്. മംഗളാദേവി ക്ഷേത്രം തമിഴ്നാടുമായിട്ട് ചില ഡിസ്പ്യൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കോഴിക്കോടാണ്. ചൈനയുടെ സഹായം. മീങ്കര ഡാം എവിടെയാണ്? പാലക്കാടാണ് മീങ്കര ഡാം. അങ്ങനെയാണെങ്കിൽ പോത്തുണ്ടി ഡാം എവിടെയാണ്? പാലക്കാട് തന്നെയാണ്, ഭാരതപ്പുഴയിലാണ്. നെല്ലിയാമ്പതി എവിടെയാണ്? പാലക്കാട്. പാവകളുടെ ഊട്ടി എന്നാണ് നെല്ലിയാമ്പതി അറിയപ്പെടുന്നത്. അവിടെ കൂടുതൽ കിട്ടുന്നത് എന്താണ്? ഓറഞ്ച് കിട്ടുന്ന ഒരു, അവിടെ ടീ എസ്റ്റേറ്റും ഉണ്ട്, എന്നാലും ഓറഞ്ച് കിട്ടുന്ന ഒരു പ്രദേശമാണ് നെല്ലിയാമ്പതി എന്നുള്ളതും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ക്ലാസ്സിനിടയിൽ സയൻസ് വരണം, മലയാളം വരണം, ഭരണഘടന വരണം, ഇതെല്ലാം വരണം അല്ലേ? ഒന്നാമത് മലയാളത്തിൻ്റെ ഉസ്താദുമാരാണ് ഇവിടെ നിൽക്കുന്ന പലരും, നമ്മളൊക്കെ പാവങ്ങൾ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 11 ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 11 ആണ് നമ്മുടെ പഞ്ചായത്തി 73ാം ഭരണഘടനാ ഭേദഗതി 92 നിയമമായത് 93. ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ നിങ്ങളെ നാക്ക് പിടിച്ച് നിർത്തണം. നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം, കാരണം ഒരു നിവൃത്തിയില്ല. വൈഷ്ണവി, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 73ാം ഭരണഘടനാ ഭേദഗതി ഇതിൽ പഞ്ചായത്തുകളുടെ എത്ര സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്?
29 സബ്ജക്ട് 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ 29 സബ്ജക്ട്സ് ആണ് സബ്ജക്റ്റുകൾ ഷെഡ്യൂൾ 11-ൽ. അതെ, 11 വിഷയങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെ. അങ്ങനെയാണെങ്കിൽ നഗരപാലിക നിയമം എന്നുള്ളത് 12ാമത്തെ ഷെഡ്യൂളാണ്. അതിലെത്ര വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 18. അപ്പൊ 29ഉം 18ഉം PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 9. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? 9A. സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് 9B. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് ആളിൽ മറന്നിരിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി പാർട്ട് 20, ആർട്ടിക്കിൾ 368. ഒറ്റ ആർട്ടിക്കിൾ എവിടെ നിന്ന് കടമെടുത്തതാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തതാണ്. ഇങ്ങനെ ചില റയർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 25 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചർച്ച ചെയ്താൽ എന്താ? നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, മറുപടി ഞങ്ങളെല്ലാവരും കൂടെ പറയും. നിങ്ങൾ ചോദിച്ചോളൂ. ചക്രവാണി സാറ് നിങ്ങളെപ്പോലെ തന്നെയാണ്. എന്താ ഇത്ര പ്രായമൊക്കെ ആയെങ്കിലും ഈ വിജ്ഞാനം നേടുന്നതിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് അല്ലേ? നമുക്കെല്ലാവർക്കും വിജ്ഞാനം നേടേണ്ടതുണ്ട്. ശരി, 25 ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടെത്തണം ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് നമുക്ക് JK-യിലേക്ക് തിരിച്ചു വരണം, മലയാളത്തിലേക്ക് പോകണം. മലയാളത്തിലേക്ക് പോകുമ്പോൾ ശ്ലോകം തിരിച്ചൊല്ലുക. ഇതൊക്കെ ഞാൻ കേട്ട് പഠിച്ച് വെച്ചേക്കണം, ആരുടെ പറയരുതേ. ഇലയിട്ട് ചവിട്ടുക, ശ്ലോകത്തിൽ ചൊല്ലുക, പിന്നെ വേറെ ധനാശ് പാടുക. ഒരു രക്ഷയില്ല ധനാശ് പാടുക. അപ്പൊ അതൊക്കെ കൂടെ മലയാളത്തിലൂടെ നമുക്കൊന്ന് ഓടിച്ച് പറയാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. ഞാൻ ചോദിക്കണമല്ല, ഈ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ആരുടെയും പറയരുത്. നമുക്ക് ഐശ്വര്യയുടെ ചോദിച്ചാൽ മാറി 25 ക്വസ്റ്റ്യൻ ഐശ്വര്യയുടെ അടുത്ത് ചോദിച്ചാൽ എന്താ? ഞാൻ തന്നെ തുടങ്ങട്ടെ. ഐശ്വര്യയ്ക്ക് ഇപ്പോൾ വൻ ജനപിന്തുണയാണ്. പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് മത്സരിപ്പിക്കാനേ. ശരി, എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഐശ്വര്യയുടെ അടുത്ത് 25 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങാം. ഹാപ്പിയാണല്ലോ? ശരി. അങ്ങനെ പ്രിയാമ്പിളിൽ ഞാൻ ആദ്യം 5 ചോദിക്കുന്നത്. പ്രിയാമ്പിൾ എത്ര വാക്കുകളുണ്ട്? ആമുഖത്തിൽ ആകെ 73 വാക്കുകളാണുള്ളത്. പ്രിയാമ്പിൾ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. ആമുഖം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ആകെ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ BR അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 എന്നതാണ് ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ്. ഇന്ത്യ സിംഹമുദ്ര സ്വീകരിച്ച ദിവസം ഏതാണ്? 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിക്കുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതും 1950 ജനുവരി 26-ആണ്. ജനഗണമനയും വന്ദേമാതരവും അംഗീകരിച്ചതെന്നാണ്. 1950 ജനുവരി 24-നാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും അംഗീകരിക്കുന്നത്. നാഷണൽ ആന്തം എന്ന് പറയുന്നത്, നാഷണൽ ആന്തം എന്ന് പറയുന്നത് ദേശീയ ഗാനമാണ്. നാഷണൽ സോങ് ദേശീയ ഗീതം. അതില് ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ ഗാനം ചേർത്തിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ഹിന്ദിയിലാണ് അല്ലേ? ഹിന്ദി ഭാഷയുടെ പതിപ്പിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേശീയ പതാക നമ്മൾ പറഞ്ഞു അല്ലേ? ശരി, അപ്പൊ ഞാൻ 8 ക്വസ്റ്റ്യൻ ഐശ്വര്യയോട് ചോദിച്ച രക്ഷയില്ല. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന എന്നാ? 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിളും കൂടി നമുക്ക് അവിടെ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324-ആണ്. എന്നാൽ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ 324 മുതൽ 329 വരെ. ആർട്ടിക്കിൾ 326.
പ്രായപൂർത്തി വോട്ടവകാശം. ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 326 ഭേദഗതി ഏതാ? ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61 ഭേദഗതി 1989 ഈ പ്രായപൂർത്തി വോട്ടവകാശം ഭേദഗതി ചെയ്യുന്നത്. 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചു വോട്ട് ചെയ്യാനുള്ള പ്രായം. അത് ഏത് ഭരണഘടനാ ഭേദഗതി? 61 ഭരണഘടനാ ഭേദഗതി 1989. ആരുടെ കാലത്ത്? രാജീവ് ഗാന്ധിയുടെ കാലത്ത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ്. ഇത് IAS പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ നമ്മൾ പറയണോണ്ട് ആരും വിശ്വസിക്കില്ലല്ലോ. നമ്മൾ പാവങ്ങൾ, നമ്മൾക്ക് വലിയ ആഡംബരങ്ങളോ അട്ടഹാസങ്ങളോ ലിഫ്റ്റോ ഒന്നുമില്ല. ആകെ കൂടി ഉള്ളത് പച്ചയായ ചില മനുഷ്യർ മാത്രം. ശരി, ചോദിച്ചോളൂ. സുപ്രീം കോടതി നിലവിൽ വന്നത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 ജനുവരി 26 സുപ്രീം കോടതിയുടെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുന്നത് 1950 ജനുവരി 28 ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ഹരിലാൽ ജെ കെനിയ. ഇപ്പോഴത്തേത് DY ചന്ദ്രചൂഡാണ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് എന്നാണ് മുഴുവൻ പേര്. ഇപ്പൊ ചോദിച്ചു കുറച്ച് പേര് നല്ല കുഴഞ്ഞ ക്വസ്റ്റ്യൻ കൂടിയാണ്. അത്ര പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കൂലേ അതുപോലെ നമ്മുടെ സിനിമാ നടനുണ്ടല്ലോ തമിഴ്നാട്ടിലെ ശിവാജി റാവു ഗെയ്ക്വാദ്. യഥാർത്ഥത്തില് ഒന്ന് നേരെ ചൊവ്വ 6 മാസം ഇരുത്തി പഠിച്ചാൽ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഈ 6 മാസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തി പഠിക്കണം. ഈ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങിയാൽ മതി. ഈ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കംപ്ലീറ്റ് പങ്കെടുത്താൽ മതി. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമാവുമല്ലോ. പക്ഷേ ഈ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 4 പേർക്കും സൂരജിനും മാത്രം ജോലി കിട്ടിയാൽ പോരാ. നമ്മളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ലിസ്റ്റ് വരണം. എന്നാലേ നമ്മൾ ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ. കാരണം ഈ നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ് മെനക്കെട്ട് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബസ് കിട്ടുമോ, ഇനി തിരിച്ചു പോകണോ, ട്യൂഷൻ പഠിപ്പിക്കാനുള്ളവരോട്ട് ആ പ്രശ്നങ്ങളാണ്. ജീവിതം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ശരിയല്ല? യഥാർത്ഥത്തിൽ ഞാൻ തന്നെ ആരുടെയും പറയരുത്, ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുള്ള ഗുളിക എടുത്തു തന്നു എൻ്റെ പോക്കറ്റ് കിടക്കുകയാണ്, മറന്നുപോയി. അവിടുത്തെ ഒപ്രാളത്തിനിടയിൽ ഈ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഫോൺ ചെയ്യുന്നു, ചോദിക്കുന്നു, അങ്ങനെ മറന്നുപോയി. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് വളരെ സമ്മിശ്രമായും കോംപ്ലിക്കേറ്റഡും പഠിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണ് എന്ത് ജീവിതം. എന്ന് വന്നാലും മുന്തിരി ചാറ് പോലെ ഈ ജീവിതം നമുക്ക് എന്ത് ചെയ്യണം? ആസ്വദിക്കണം. അത് സംശയം വേണ്ട. കാരണം ഒരു ജന്മമല്ലേ നമ്മൾ. ആര് പറഞ്ഞാണ്? ചങ്ങമ്പുഴ. എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം. മുന്തിരി ചാറ് പോലുള്ളൊരു ജീവിതം. ശരിയല്ലേ? അത് നമുക്ക് മാത്രമല്ല, ഫിഷക്കാരും ആസ്വദിക്കുന്നുണ്ട് ഇല്ലേ? സകല മനുഷ്യരും ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാള് സാധനം വിൽക്കാതിരിക്കുകയാണ്. അയാള് പറഞ്ഞു, സാറേ ഇത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്, സാർ ഇത് 2 വാങ്ങും. ഞാൻ വാങ്ങിച്ചുകൊണ്ടു വന്നപ്പോൾ പുഴുവിരിക്കുന്നു. അപ്പോൾ അയാൾ ആസ്വദിച്ചു ലൈഫ്. കാരണം ഞാൻ സാറിനെ പറ്റിച്ചു. എല്ലാവരും ആസ്വാദനത്തിൽ നേരിടുകയാണ്. ഇവിടെ ക്വസ്റ്റ്യന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അടുത്തത് ആമുഖത്തിനെ കുറിച്ച് പറയാനുണ്ട്. ആമുഖത്തിൽ 73 വാക്കുകളാണുള്ളതെന്ന് പറഞ്ഞു. ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാം ഭേദഗതി 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയാണ് ആമുഖത്തോടു കൂടി തുടങ്ങുന്നത്. ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ശരിയല്ലേ? ശരി. ഏറ്റവും ചെറുത് അമേരിക്കൻ ഭരണഘടന. 7 ആർട്ടിക്കിൾസ് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ആദ്യത്തെ 10 അമെന്റ്മെന്റ്സിനെ ചേർത്തിട്ടാണ് അല്ല ഇപ്പൊ പറഞ്ഞതേ ഒന്ന് വ്യക്തമാക്കണം. നമ്മൾ വിചാരിക്കുന്ന അമേരിക്ക വലിയ എന്തൊക്കെയോ ആണെന്നുള്ളതാണ്. ഒന്നുമില്ല. അല്ല, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന. അതിൽ അവിടെ ആകെ ഉള്ളത് 7 ആർട്ടിക്കിൾസ് ആണ്. 27 അമെന്റ്മെന്റ്സ് ആണ് ഇതുവരെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ 10 അമെന്റ്മെന്റ്സിനെ ചേർത്ത് പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പൊ ഇന്ത്യയിലാകെ കൂടി ഇതുവരെ എത്ര ഭരണഘടനാ ഭേദഗതി? 106 ഭരണഘടനാ ഭേദഗതി. എത്ര ഷെഡ്യൂള്? 12 ഷെഡ്യൂൾ. എത്ര പാർട്ട്? 25 പാർട്ട്. എത്ര റിട്ട്? 5 റിട്ട്. 5 റിട്ട്. എത്ര മൗലിക ചുമതലകൾ? 11 മൗലിക ചുമതലകൾ. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങൾ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. മൗലികാവകാശങ്ങളും 6. മൗലികാവകാശങ്ങൾ എത്രയാണ്? 6. ഓക്കെ. ഇനി ബാക്കി ഐശ്വര്യ ചോദിച്ചോളൂ. ഇന്ത്യൻ പ്രസിഡന്റ് ഡി ജൂറെ ആണോ
ഡി ജൂറയാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതായത് നിയമപരമായിട്ട് അധികാരമുള്ളത് പ്രസിഡന്റ് ആണ്. ബൈ ലോ എന്നതാണ് അർത്ഥം. ഡി ജൂറെ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. എന്നാൽ ഡി ഫാക്ടോ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആക്ച്വൽ റിയൽ ആക്ച്വൽ അധികാരം ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അതേസമയം റിയൽ ഹെഡ് എന്ന് പറയുന്നതും നിയമപരമായി ആരാണ്? പ്രസിഡന്റ് ആണ്. അതാണ് ഡു ജൂറെ. ആ ജൂറെ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ആളെയൊക്കെ ഒരു ചെറിയ എളുപ്പവഴി പറഞ്ഞു കൊടുക്കും. ജൂറിസ്ഡിക്ഷൻ, ജൂറെ, റേ പ്രസിഡന്റ് അല്ലെ, അങ്ങനെ വെച്ചാൽ മതി. ഡി ജൂറെ പ്രസിഡന്റ് ആണ്, ഡി ഫാക്ടോ പ്രധാനമന്ത്രിയാണ്. ശരിയല്ലേ? ഇത് വേണ്ട, നമ്മളെ വീട്ടിൽ ഡി ജൂറെ എന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ അച്ഛൻ അല്ലേ? അതെ, ഡി ഫാക്ടോ അതുപോലെ അമ്മ ഇങ്ങനെയാകാം. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ചോദിച്ചു. പിന്നെ ആമുഖം ഉണ്ടായിരുന്നു. ആമുഖത്തിൽ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ഘടകമാണ് എന്ന് പറഞ്ഞ കേസും ഉറപ്പാണ്. ഈ ചോദിച്ചതേ ചക്രവാണി സാർ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പറഞ്ഞ കേസ് ഏതാണ്? ബെറുബാരി കേസ്. വർഷം 1960. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബെറുബാരി കേസ്. ഈ ബെറുബാരി ഒരു സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ. ബെറുബാരി എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ശരി, എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ആമുഖം എന്ന് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. നിങ്ങൾ എന്ത് താളം അനുസരിച്ച് പറഞ്ഞില്ലായിരുന്നു? റിഹേഴ്സൽ നടത്തിയ കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് അതെന്നാ 1973 കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ഞാൻ ഒന്ന് ഓർമ്മിക്കട്ടെ. അപ്പൊ ബെറുബാരി കേസ് 1960, കേശവാനന്ദ ഭാരതി കേസ് 73. അതിലാണ് ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറയുന്നത്. ശരി, ആമുഖം. ഓക്കെ, അത് രണ്ട് നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഇനി ആമുഖത്തിന്റെ വിശേഷണങ്ങൾ പറയാം. പറയൂ, വിശേഷം ചോദിക്കേ. ആമുഖത്തിനെ കുറിച്ച് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞാൽ KM മുൻഷിയാണ് ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ, എന്നാൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞത് എന്നെ പൽക്കിവാലയാണ്. എന്നെ പൽക്കിവാലയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, വി ദ പീപ്പിൾ എന്നതാണ്. പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ. ഇന്ത്യൻ ഭരണഘടന ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ജനങ്ങൾക്കാണ് സമർപ്പിച്ചത്. എല്ലാ സോഴ്സും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ് എല്ലാ സോഴ്സും. അടുത്തത് ഏണസ്റ്റ് ബാർക്കർ ആണ് ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോളും ആത്മാവും എന്ന് പറഞ്ഞത് അത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് ആർട്ടിക്കിൾ 32 അങ്ങനെ അംബേദ്കറാണ് വിശേഷിപ്പിച്ചത്. ശരി, അടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിലെ ആദ്യത്തെ അധ്യക്ഷനും രണ്ടാമത്തെ അധ്യക്ഷനും. ഇപ്പൊ താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേതും രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ വരാം. അപ്പൊ അത് മാത്രം വൈഷ്ണവി ആദ്യം ചോദിച്ച വേറെ രീതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ. എന്താണെന്ന് അറിയാമോ? 1946 ഡിസംബർ 11 പ്രസിഡന്റ് ആരായിരുന്നു? ഡിസംബർ സച്ചിദാനന്ദ സിൻഹ മാറി രാജേന്ദ്ര പ്രസാദ്. അപ്പോ കൺഫ്യൂഷനായി. അപ്പോ 1946 ഡിസംബർ 11 ഇലക്ഷൻ ആര്? രാജേന്ദ്ര പ്രസാദ്. അപ്പോ ആദ്യത്തെ സ്ഥിരം പ്രസിഡന്റ് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. അതിന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി. എന്നാൽ 1946 ഡിസംബർ 9 അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹ. ഇങ്ങനെ ചോദിച്ച സ്ഥലത്തേക്ക് പോകും. മനസ്സിലായില്ല? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശരി, ഇത് നമ്മളെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഇവരെല്ലാവരും പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ചമായി തയ്യാറെടുക്കുകയാണ്. അവർ കളക്ട് ചെയ്യുന്ന സകല നോട്ടുകളും നിങ്ങൾക്കും കിട്ടും. അങ്ങനെ എല്ലാവരും പഠിച്ചോളും. ശരി, അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആകെ അംഗങ്ങൾ എത്ര? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ 389 ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചതാരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ഭരണാധികാരി ക്ലെമന്റ് ആറ്റ്ലി. ഏത് പാർട്ടി? ലേബർ പാർട്ടി. ക്ലെമന്റ് ആറ്റ്ലിക്ക് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്നു, ശേഷം പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ഇത് ഈ ക്ലെമന്റ് ആറ്റ്ലിക്ക് ശേഷവും മുമ്പും ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു പ്രധാനമന്ത്രി. അത് ഓർമ്മിച്ച് വെച്ചോളണം.
മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്യാബിനറ്റ് വിഷയം ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് വേവൽ തിരിച്ചു പോയിട്ടാണ് ആര് വരുന്നത്? മൗണ്ട് ബാറ്റൻ. മഹാത്മാഗാന്ധിയെ വൺമാൻ ആർമി എന്ന് വിളിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അത് മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഭാരതത്തിലെ അവസാനത്തേതും ഇന്ത്യക്കാരനുമായ ഗവർണർ ജനറൽ ആരാണ്? ശ്രീ രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? മുഹമ്മദ് അലി ജിന്ന. അവിടുത്തെ രാഷ്ട്രപിതാവ് ആര് തന്നെയാണ്? മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം മരിച്ചതും ഗാന്ധിജി വെടിവെച്ചതും 1948-ലാണ്. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അതുപോലെ അപ്പൊ അതിന് കോൺസ്റ്റന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആകെ മലയാളികൾ എത്ര പേർ? അപ്പൊ ആകെ ഐശ്വര്യ എത്ര പേരുണ്ടായിരുന്നു? ആകെ 389 പേർ. ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 പേരുണ്ടായിരുന്നു. 99 പേരിൽ എത്ര മലയാളികളുണ്ടായിരുന്നു? ആകെ മലയാളികൾ 17 പേര്. അതിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? അതിൽ 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. അതിൽ അംഗങ്ങളായിരുന്നു അല്ലേ? വനിതകളായ അംഗങ്ങളായിരുന്നു. പിന്നെ വേറെ വേറൊരു കാര്യം ഇപ്പൊ കുഴപ്പിക്കാം. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എത്ര കാലം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എത്ര സിറ്റിംഗ്, എത്ര ദിവസം? 11 സിറ്റിംഗില് 165 ദിവസം. 11 സിറ്റിംഗ് 165 ദിവസം. 11 സിറ്റിംഗിനായിട്ട് 165 ദിവസം ഇരുന്നു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ. അത് നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ അടുത്ത കാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത്ര പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യില്ല. ശരി, ബാക്കി അവസാന സിറ്റിംഗ് എന്നായിരുന്നു? 1950 ജനുവരി 24 അല്ലെ? ഒപ്പുവെച്ചോടുകൂടി തീർന്നു. പിന്നീട് അവസാന സിറ്റിംഗ് കഴിഞ്ഞു. വേറെ ഭരണഘടനയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. രാഷ്ട്രതലവൻ, ഭരണഘടനാ തലവൻ രാഷ്ട്രപതിയാണ്. ശരി, ഞാൻ ഒരു ചെറിയൊരു വെല്ലുവിളി നടത്താൻ പോവാണ്. ഞാൻ പറഞ്ഞ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. ശരിയാണ്. ഇന്ത്യയുടെ 16ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. രണ്ടും ശരിയാണ്. പക്ഷെ ആരും സമ്മതിച്ചില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. വർഷങ്ങൾ പറയണ്ട. നമുക്ക് ഐശ്വര്യ പറയുമ്പോൾ നമുക്ക് ഈ ആളിനെ ഒന്ന് എണ്ണിയെടുക്കാം. എന്തു പറയുന്നു? ആദ്യത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കാം. നോക്കിയാൽ എന്താ? ലക്ഷ്മി എണ്ണും, വൈഷ്ണവി പറയും. ശരി, വൈഷ്ണവി പറയും ഇന്ത്യയുടെ പ്രസിഡന്റുമാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആർട്ടിക്കിൾ ഏതാണ് വൈഷ്ണവി? 52. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണോ? ഇലക്ഷൻ 54. ഇംപീച്ച്മെന്റ് പ്രസിഡന്റ് 61. പ്രസിഡന്റ് മാപ്പ് കൊടുക്കുന്നത് 72. ഇനി ഇന്ത്യ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? ലോകസഭ, രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ്, പിന്നെ സംസ്ഥാന നിയമസഭകളിലാണ്. പിന്നെ ആരുമില്ലേ? യൂണിയൻ ടെറിട്ടറിയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ MLA-മാരോടുണ്ട്. ശരിയല്ലേ? കേന്ദ്രഭരണ പ്രദേശിലെ MLA-മാരും കൂടി ഉണ്ട്. അത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. ഐശ്വര്യയുടെ തന്ത്രം ഞാൻ പറഞ്ഞിരട്ടാ. എങ്ങനെയാണ് ഇത് പറയാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാനിത് സമയമായോ? ഇവിടെ ഇത് പറയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. തന്ത്രം ഞാൻ പറയട്ടെ. ഈ തന്ത്രം നിങ്ങൾ പഞ്ചവത്സര പദ്ധതി പറയുമ്പോഴത്തേക്ക് 66-69 വാർഷിക പദ്ധതി, 78-80 റോളിംഗ് പ്ലാൻ, 90-92 വാർഷിക പദ്ധതി, ഇത്രയും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ 5 കൂട്ടി പറയും. കേൾക്കണവർ വിചാരിക്കുമോ എന്തൊരു നോളജ് അമ്പോ, നിവൃത്തിയില്ലാത്ത നോളജ്. നിങ്ങളെ മനസ്സിൽ ആദ്യം അറിയാം. 66-69 പറയരുത്. ആനുവൽ പ്ലാൻ ഹോളിഡേ. 78-80 റോളിംഗ് പ്ലാൻ, ഗുണ്ണാർ മൃഡൽ ഏഷ്യൻ ഡ്രാമയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 90-92 ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ വന്ന് എല്ലാം അവിടെ കുഴഞ്ഞു. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്കുള്ളത്. ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ 5 കൂട്ടി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ പഞ്ചവത്സര പദ്ധതി കാണാതെ പറയാൻ പറ്റും. ഐശ്വര്യ ഇവിടെ പറയാൻ പോകണം. ഞാൻ പറഞ്ഞിരട്ടാ. ഐശ്വര്യ ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. 1952 പ്രസിഡന്റ് വരുന്നത്. ചില ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ പ്രസിഡന്റ്. അതിന് മുമ്പ് പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയേണ്ടതുണ്ട്. ഐശ്വര്യ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ
അധ്യക്ഷനും രണ്ടും ഒരാളായിരുന്നു. ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാൽ 1951-52 ലോക്സഭ ഇലക്ഷൻ നടന്നത്. അപ്പോഴാണ് നമുക്ക് പണ്ടൊരു ക്വസ്റ്റ്യൻ കിട്ടിയത്. ശ്യാം ശരൺ നേഗി ആദ്യത്തെ ലോക്സഭ വോട്ടർ, ഹിമാചൽ പ്രദേശ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചു. 2022 നവംബർ 5-നാണ് 2022 നവംബർ 5-ന് മരിച്ചു. ഓ, എന്തൊരു താല്പര്യം. കാരണം എന്ന് വെച്ചാലേ ആദ്യം വോട്ട് ചെയ്ത ആളല്ലേ. ശരി, പിന്നീട് ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഐശ്വര്യ 1952 മുതൽ 2022 വരെയുള്ള പ്രസിഡന്റുമാരെ പറയുകയാണ്. ശരിയല്ലേ? അത് പറയുമ്പോൾ ഇയാൾ തെറ്റാതെ പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന്, 1967-69 ബ്രേക്ക് ഡോക്ടർ സക്കീർ ഹുസൈൻ മരിച്ചു. അപ്പോൾ 5 അത് മാറ്റി നിർത്തണമല്ലോ. 1974-77 ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിക്കുന്നത് എപ്പോഴാണ്? 77. അപ്പൊ 77 മാറ്റി നിർത്തി. മനസ്സിലായെന്ന് തോന്നുന്നു. 77 ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചു. 74-77 കറക്റ്റ് മരിച്ചു. അത് മാറ്റി നിർത്തി. പിന്നെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടില്ല. ഈ 2 പീരീഡ് കഴിഞ്ഞാൽ എത്ര കൂട്ടിയാൽ മതി? 5 കൂട്ടി പറഞ്ഞാൽ മതി. ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടുള്ള 15 വ്യക്തികളെ കുറിച്ച് ഐശ്വര്യ സംസാരിക്കുകയാണ്. മൈക്ക് കൊടുക്കട്ടെ. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റുമാരാണ് പറയുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം 2 തവണ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1952 മുതൽ 57 വരെ ആദ്യത്തെ തവണ, 57 മുതൽ 62 വരെ രണ്ടാമത്തെ തവണ. അപ്പോൾ ഒരാളായി രാജേന്ദ്ര പ്രസാദ്. അടുത്തത് ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം ഇരുന്ന കാലയളവ് 1962 മുതൽ 67 വരെയാണ്. അടുത്തത് 3ാമത്തെ പ്രസിഡന്റാണ് ഡോക്ടർ എസ് സക്കീർ ഹുസൈൻ. അദ്ദേഹം 1967 മുതൽ 69 വരെയാണ് ഇരുന്നത്. 69 ആയപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയി. അടുത്ത് വരുന്നത് 1969 മുതൽ 74 വരെ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് വരുന്നത് വി വി ഗിരി. അടുത്ത് വരുന്നത് 1974 മുതൽ 77 വരെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1977 ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 1974 മുതൽ 77 വരെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അത് കഴിഞ്ഞ് 1977 മുതൽ 82 വരെ വരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അടുത്തത് 1982 മുതൽ 1987 വരെ വരുന്നത് ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പോൾ 1987 വരെ നമ്മൾ പറഞ്ഞു. ഇനി 1987 മുതൽ 92 വരെ വരുന്നത് ആർ വെങ്കിട്ടരാമൻ. 87 മുതൽ 92 വരെ. ഇനി വരുന്നത് 1997 മുതൽ 1997 വരെ വരുന്നത് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. അടുത്തത് വരുന്നത് 1997 മുതൽ 2002 വരെ KR നാരായൺ. അടുത്ത് 2002 മുതൽ 2007 വരെ ഇന്ത്യൻ പ്രസിഡന്റ് ആയത് APJ അബ്ദുൽ കലാം ആണ്. ഇനി 2007 മുതൽ 2012 വരെ പ്രതിഭ ദേവി സിംഗ് പാട്ടീലായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ്. പിന്നെ വരുന്നത് 2012 മുതൽ 2017 വരെ പ്രണബ് കുമാർ മുഖർജിയാണ്. പിന്നെ 2017 മുതൽ 2022 വരെ രാംനാഥ് കോവിന്ദും. 2022 മുതൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ 15ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആകുന്ന 15ാമത്തെ വ്യക്തി ദ്രൗപദി മുർമു, 16ാമത്തെ പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിലേ ഈ പ്രസിഡന്റുമാരിൽ 15 വ്യക്തികളുണ്ടെന്നല്ലേ പറഞ്ഞു. ഈ 15 വ്യക്തികളിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? 3 പേരാണ് ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നത്. 1 പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ, 2 രാംനാഥ് കോവിന്ദ്, 3 ദ്രൗപദി മുർമു. ശരിയാണ്. അങ്ങനെയാണെങ്കിലേ ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. കേരളത്തിന്റെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയതാരാണ്? വി വി ഗിരിയാണ്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ബി ഡി ജെട്ടിയാണ്. ആരാണ്? ബി ഡി ജെട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തിരിക്കണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം പറയില്ല, ഉറപ്പാണ്. ചോദിക്കട്ടെ, ഇത് ഉത്തരം പറഞ്ഞുകളയോ എന്നുള്ളതാണ് എൻ്റെ പേടി. എന്നെ രക്ഷിക്കാൻ വേണ്ടി പറയാതിരിക്കുമോ? പിന്നെ ഇന്ത്യയിലെ ഒരു വ്യക്തി ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്നു, ലോകസഭയിലെ 2 പ്രാവശ്യം സ്പീക്കറുമായിരുന്നു. ആ വ്യക്തി പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി. ഒരിക്കൽ അവിടെ ക്വസ്റ്റ്യൻ, ഞാനീ പറയാൻ പോകുന്ന വ്യക്തി ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു.
1967-ലും 77-ലും ലോകസഭാ സ്പീക്കറായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി. ഒരു ക്ലൂ കൂടെ തരാം, ഇദ്ദേഹത്തെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായിട്ട്. അറിയാം? റെഡ്ഡി. സോറി, ഞാൻ വിചാരിച്ചത് സത്യം പറയാനല്ല, നിങ്ങൾ പറയില്ല എന്നായിരുന്നു എൻ്റെ ഒരു അഹങ്കാരം. ഈ വയസ്സുകാലത്ത് വല്ല അഹങ്കാരത്തിന് വല്ല കുറവുകൊണ്ടാണ്. എന്നാലും ഞാൻ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നാലെന്താ പറയും. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വിട്ടുകളയാം. എത്ര ഭരണഘടനാ ഭേദഗതി ഇതുവരെ നടന്നിട്ടുണ്ട്? നിലവിൽ 106 ഭരണഘടനാ ഭേദഗതി വരെ നടന്നിട്ടുണ്ട്. 106 പ്രോസസ്സ് നടക്കുകയാണ്. എന്നാലും നമുക്ക് 106 തന്നെ പറയാം അല്ലേ? 106 ഭരണഘടന അല്ലേ? ഒപ്പിട്ട് എത്ര ബില്ല്? 128. ബിൽ നമ്പർ 128. ബിൽ നമ്പർ ഒപ്പിട്ടത് സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28, 2023 സെപ്റ്റംബർ 28 വനിതാ സംവരണ ബില്ല് പ്രസിഡന്റ് ഒപ്പിട്ടത്. അന്ന് തന്നെയാണ് MS സ്വാമിനാഥൻ മരിച്ചത്. അപ്പോൾ അതൊക്കെയുള്ള നല്ല കണക്ട് ചെയ്താണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇന്ത്യൻ പ്രസിഡന്റുമാരിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന 3 പേരാണ് നിങ്ങൾ പറഞ്ഞത്. ഈ പ്രസിഡന്റുമാരിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ഏത് സ്റ്റേറ്റിലുള്ള ആളായിരുന്നു? ആന്ധ്രാപ്രദേശ്. ഹൈദരാബാദ്. വി ഗിരിയോ? വി ഗിരി കേരളത്തിലെ ഗവർണറായിരുന്നു. ഒഡീഷ സ്വദേശിയായിരുന്നു. ശരി, അപ്പോൾ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ശരി, അധികാരത്തിലിരുന്ന് 2 പ്രസിഡന്റുമാരും അധികാരത്തിലിരുന്ന് മരിച്ചു. 2 പേരും മുസ്ലിംസ് ആയിരുന്നു. ഒരാൾ 2 വർഷം ഇരുന്നു, അടുത്ത ആൾ 3 വർഷം. അപ്പോൾ 2 വർഷം അധികാരത്തിലിരുന്ന് മരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. വലിയ പണ്ഡിതനായിരുന്നു കേട്ടോ. അദ്ദേഹമാണ് പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. അതുപോലെ പിന്നീട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അധികാരത്തിലിരുന്ന് മരിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഒക്കെ പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. BD ജെട്ടിയാണ് പിൻവലിച്ചത് അല്ലേ? അദ്ദേഹവും മരിച്ച മുസ്ലിം പ്രസിഡന്റ് 3 വർഷം ഇരുന്നിട്ട് മരിച്ചു. 3 വർഷം ഇരുന്നിട്ട് മരിച്ചു. 77 മരിച്ചു. അത് രണ്ടും ദാരുണമായ സംഭവം തന്നെയാണ് അല്ലേ? 2 പേരും മരിച്ചു. വിദേശത്ത് വെച്ച് മരിച്ച പ്രധാനമന്ത്രിയെ നമുക്കറിയാം. അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം 1966 ഭാരതരത്ന കിട്ടി. നെഹ്റുവിന് 55. ഇത് 66. ഇന്ദിരാഗാന്ധിക്ക് 71, രാജീവ് ഗാന്ധിക്ക് 95, മൊറാർജി ദേശായിക്കാണ് JB വാജ്പേയി. ശരിയാണ്. എനിക്ക് ഒരു ചെറിയ സംശയമായിട്ടുള്ളൊരു ഭാഗം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു MLA മരിച്ചു, മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റീഎലക്ഷൻ നടക്കും. ആ റീഎലക്ഷൻ നടന്നാൽ ഈ നേരത്തെ ഇരുന്ന MLA ആയിരുന്നതിൻ്റെ ബാക്കി ഭാഗം കിട്ടും. 5 വർഷം മൊത്തം കിട്ടും. പഞ്ചായത്ത് മെമ്പറായാലും ബാക്കി കിട്ടും. ബാക്കി എത്ര സമയമുണ്ട് അത്രയും സമയം കിട്ടും. ഇപ്പോൾ ഒരു 5 വർഷത്തിൽ തിരഞ്ഞെടുത്ത് 2 വർഷം കഴിയുമ്പോൾ മരിച്ചുപോയി. ബാക്കി 3 വർഷം കിട്ടും. 3 വർഷം കിട്ടും. ഉമ്മൻചാണ്ടിക്ക് എൻ്റെ മകന് ഇതിന്റെ ബാക്കി ഭാഗമേ കിട്ടും. അല്ല, അദ്ദേഹം ഇരുന്നതിന്റെ ബാക്കി ഭാഗം 5 വർഷം കിട്ടൂല. ശരിയല്ലേ? ശരി. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഒരു മന്ത്രിസഭ രാജിവെച്ചു. അടുത്ത മന്ത്രിസഭയ്ക്ക് നേരത്തെ ബാക്കി കിട്ടും. ഫുൾ 5 വർഷം കിട്ടും. ഫുൾ 5 വർഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് അധികാരത്തിലിരുന്ന് മരിച്ചു, മനസ്സിലായല്ലോ. അടുത്ത് വരുന്ന പ്രസിഡന്റിന് 5 വർഷം കിട്ടുമോ? നേരത്തെ ഇരുന്ന പ്രസിഡന്റ് ബാക്കി കിട്ടും. ഫുൾ 5 വർഷം കിട്ടും. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 17ാം ലോക്സഭ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 17ാം ലോക്സഭ 2024 തീരുകയാണ്, ശരിയല്ലേ? ഓം ബിർള അല്ലേ സ്പീക്കർ? അപ്പോൾ 2024 ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് പാർലമെന്റ് പോയി. പാർലമെന്റ് ഇല്ല. ഈ പാർലമെന്റ് ഇല്ലാത്തപ്പോഴത്തേക്ക് സ്പീക്കർ തുടരും. പുതിയ സ്പീക്കർ വരുന്നതുവരെ തുടരും. തീർച്ചയായും ഈ നോളജ് നല്ല നോളജാണ് നിങ്ങളെ സംബന്ധിച്ച്. പുതിയ സ്പീക്കർ വരുന്നവരെ ഈ സ്പീക്കർക്ക് തുടരാം. പുതിയ സ്പീക്കർ തെരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിയുള്ളൂ, ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. കാണുന്ന എല്ലാവരും അഭിപ്രായം എഴുതണം. അവർക്കും എന്തെങ്കിലും കൂടുതൽ പറയും. ഇപ്പോൾ ഇവർ പറയുന്ന പോയിന്റുകൾ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ കുട്ടികൾ അയച്ചു തരുന്ന പോയിന്റുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം കൂടെ ഞങ്ങൾ ചേർക്കും. ഞങ്ങൾ പിന്നീട് അമിതമായ പാണ്ഡിത്യമുള്ളവരല്ല, പക്ഷേ ഇങ്ങനെ നിങ്ങളെ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു അറിവുകൾ കൂടെ ചേർത്ത്
ഞങ്ങളുടെ അറിവിനെ ഞങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വെട്ടിത്തുറന്നെഴുതണം. വിശേഷിച്ചും ആപ്പുകളിലൊക്കെ ഒരുങ്ങാത്ത നിങ്ങൾ ഈ ക്ലാസ് കണ്ട് ജോലി വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തലയെടുപ്പോടെ പറയാൻ ഞങ്ങളുടെ കുട്ടികൾ പൈസ നഷ്ടപ്പെടുത്താതെ ഈ ക്ലാസ്സുകൾ കണ്ടാണ് ജോലി കിട്ടിയത് എന്ന് ഞങ്ങൾക്ക് പറയണം. ഇവിടെ ധാരാളം പേര് ജോലി കിട്ടി വരുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ക്രിസ്മസ് കൂടെ പറയണം. ഒരു ക്രിസ്മസ് ആശംസയോടെ പറയാത് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസയും പുതുവത്സര ആശംസയും അഡ്വാൻസായി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.